നിങ്ങൾ വേറെ വല്ല വീട് നോക്കിട്ട് പോവാ? വേറെ വീടൊന്നും നോക്കൂല. 7ാമത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഇറക്കി വിട്ടാൽ ഞങ്ങൾ ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യും. കണ്ണി ചോരയില്ലാത്ത പോലെ ചെയ്യാൻ വയ്യാത്ത കാരണം വയ്യാത്ത ആൾക്കാരാണ്. എന്താ നിങ്ങൾ അങ്ങനെ ഒന്ന് സഹായിക്കണം. സാറൊന്ന് മനസ്സ് വെച്ച് നിങ്ങളൊന്ന് പലിശയെങ്കിലും ഒന്ന് കുറച്ച് തരി. മുതൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും അടയ്ക്കാം. ഈ 11 ലക്ഷം പറയുമ്പോൾ വിചാരിക്കാൻ പോലും പറ്റണില്ല ഞങ്ങളെ കൊണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല താത്ത. നിങ്ങൾക്ക് നമ്മൾ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാ ശരി. എന്നാ എന്താന്ന് മക്കളുടെ കല്യാണം കഴിഞ്ഞതോടെ നമ്മളിങ്ങനെ പാപ്പറയായി പോയില്ലേ? ഞാൻ പറയട്ടെ ഒരു കാര്യം, നിങ്ങളോട് തന്നെ 1000 വട്ടം പറഞ്ഞു നമുക്കുള്ളത് മതി, നമുക്ക് അനുസരിച്ചത് മതി പറഞ്ഞപ്പോ നല്ല കുടുംബം അങ്ങനെ എങ്ങനെ പറഞ്ഞു പണയപ്പാട് കഴിഞ്ഞു. അതല്ല പറഞ്ഞു ഇപ്പൊ കൊടുക്കേണ്ട കേസ് നീ ചെയ്യണ്ടേ? എന്ത് ചെയ്യാ? എനിക്ക് സാറിനെ കണ്ടതോടെ എന്റെ അറ്റാക്ക് വന്ന പോലെ എനിക്ക് വന്നു. എങ്കിലും പോയിട്ട് കയ്യോ കാലോ പിടിച്ചിട്ട് എന്തെങ്കിലും ആ സാറിനോട് പറഞ്ഞിട്ട് ഒരു 4-5 മാസത്തേക്ക് അവധി അവര് പറയണില്ല. 7 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ വേറെ അവര് പറയും. അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഒരു വീട് ജപ്തി ചെയ്യാനൊന്നും പറ്റില്ല. ഇപ്പൊ നിയമങ്ങളുണ്ട്, പല നിയമങ്ങളുണ്ട്. അവര് പറയും, അവര് അടയ്ക്കാൻ വേണ്ടി പലതും പറയും. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കാശ് കൊണ്ടായിട്ട് അടച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാണ്ട് തന്നെ അവരൊക്കെ പറഞ്ഞില്ലേ, ഓ എന്താ മക്കളുടെ കല്യാണം ആഡംബരമായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് അവർക്ക് അറിയില്ലല്ലോ. അവരുടെ മുന്നിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ആയാൽ എല്ലാരും കളിയാക്കി ചിരിക്കില്ലേ? പഠിച്ചവനെ എന്തെങ്കിലും ഒരു വഴി. അവര് വന്ന പൈസയും കാർ വിളിച്ച് വന്നതും ഒക്കെ കൂട്ടുപലിശ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 8 ലക്ഷം 11 ലക്ഷം അടയ്ക്കാൻ പറയണവര്. നമ്മളടച്ച് ഇതന്നെ പറഞ്ഞ് 13% പലിശ കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അടുത്തതൊക്കെ പലിശയിലേ പോണത്. നമ്മളൊക്കെ അവർക്ക് ഇത് നോക്കില്ല. അവര് ബാങ്കുകാരാണ്. എന്തിനാ ഇങ്ങോട്ട് വന്നിട്ട്? കൊറേ ആയില്ലേ അമ്മാനിപ്പനൊക്കെ അങ്ങനെ കണ്ടിട്ട്. എനിക്ക് ഇങ്ങോട്ടൊക്കെ പോവാ.